ഹായ് ഗൈസ്, ഇതെൻസയുടെ വാർഡ്രോബ്, ഇതെൻസയുടെ പമ്പേഴ്സ് പെട്ടി. അപ്പം നമ്മൾ ഇന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകുകയാണ്. കാരണം ഇതൊന്നായിട്ട് അലങ്കോലായി കിടക്കുകയാണ്. ഈ കുഞ്ഞു മക്കളുടെ വാർഡ്രോബ് പെട്ടി ഇതൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാൽ 2 ദിവസം കൊണ്ട് വീണ്ടും പഴയപടിയാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം നമ്മൾ അവളോട് പെർമിഷൻ ചോദിക്കണം, ഇല്ലെങ്കിൽ അവൾ നമ്മൾ നോക്കി പേടിപ്പിക്കും ഗൈസ്. ഇതന്നെ എൻ്റെ എയർ ആക്സസറീസ് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കിട്ടിയ പെട്ടിയിൽ ഞാനെല്ലാം കൂടി ഒന്ന് പുതുക്കി പെറുക്കി വെക്കുന്നുണ്ട്. കാര്യമായിട്ട് എൻ്റെ ഒരു മുടിയൊന്നും വരാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ കുറേ ആക്സസറീസ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാക്കി വെച്ച് ഷോക്സും തൊപ്പിയൊക്കെ വാർഡ്രോബിൻ്റെ പോക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പണി നമ്മുടെ വാർഡ്രോബ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അവളെ കിടത്തി ഉറക്കി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് തിരും. ആദ്യം തന്നെ ഇത് മൊത്തം വാരി വലിച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഡ്യൂട്ടി. അത് പിന്നെ നമ്മൾ പണ്ടേ എക്സ്പേർട്ടാണല്ലോ. ഇതൊക്കെയാണ് ഗൈസ് നമുക്ക് ഒരുക്കി വെക്കാനുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ഓരോന്നായിട്ട് മടക്കി വെക്കുകയാണ്. ഈ പെട്ടിയിലൊക്കെ ഓൾറെഡി കുറേ ഡ്രസ്സേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇതുവരെ യൂസ് ചെയ്യാത്ത ഡ്രസ്സേഴ്സൊക്കെയാണ്. പിന്നെ ഈ വലിയ ഡ്രസ്സേഴ്സൊക്കെ നമ്മൾ 1-2 തവണയൊക്കെ ഇടുക എന്നല്ലാണ്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പെട്ടിയിലാക്കി വെക്കുകയാണ്. കുഞ്ഞു മക്കളെ ഡ്രസ്സ് എത്രയൊക്കെ ചെറുതായി എന്ന് പറഞ്ഞാലും നമ്മളതൊന്നും കളയത്തില്ല. പ്രത്യേകിച്ച് ഗേൾ ബേബീസ് ആണെങ്കിൽ പറയാൻ വേണ്ട. ആ ഡ്രസ്സിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് നമ്മളതൊക്കെ എടുത്ത് മാറ്റി വെക്കും. അപ്പം ഞാനിതെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇടുന്നതും പുറത്ത് പോകുമ്പോൾ ഇടുന്നതും ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡ്രസ്സേഴ്സൊക്കെ സെപ്പറേറ്റ് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഒരുവിധം മെനയാക്കി എടുത്തു ഗൈസ്. ഇതൊക്കെ എത്ര ദിവസത്തേക്കാളത് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഈ ക്ലീനിങ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം വാർഡ്രോബ് റെഡി ആയിട്ടുണ്ട്. ടോയ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സേഴ്സൊക്കെ അതിൻ്റെ സ്ഥാനത്ത് പെട്ടിയിലാക്കിയും അല്ലാതെയൊക്കെ നമ്മൾ എടുക്കാൻ സൗകര്യത്തിന് വെച്ചിട്ടുണ്ട്. ചെരുപ്പുകളും ഷൂസൊക്കെ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നമുക്ക് ഇതിൻ്റെ സിബ് അടിക്കാം. ഇത് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ക്ലീൻ ആക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടും അവൾ ഉണർന്നിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ